ഇനി നിങ്ങൾ എന്നെ തല്ലാൻ കയ്യോങ്ങിയ ഞാൻ തിരിച്ചു തല്ലി. നിങ്ങൾ എന്നെ തല്ലിയപ്പോ ഒരേട്ടത്തെ അനിയത്തെ തല്ലി, അത്രേ ഉള്ളൂ. പക്ഷെ തിരിച്ച് ഞാനൊന്ന് തന്ന അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. അത്രയൊക്കെ നീ വളർന്നോടി. അമ്മ, ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള പ്രശ്നം ഇവിടെ തീർത്തോളണം, കേട്ടല്ലോ? വെറുതെ വാണിയമ്മയെ ഓരോന്ന് പറഞ്ഞ് വാണിയമ്മേന്റെ കയ്യിൽ നിന്ന് തല്ലും വാങ്ങി പിന്നെ എന്റെ അച്ഛന്റെ നെഞ്ചു തേറാൻ വരരുത്. അങ്ങനെ തല്ല് വാങ്ങി മുറിയിൽ അടച്ചിരുന്ന് കരയുന്ന സ്വഭാവം അഞ്ജുനില്ല. കരഞ്ഞില്ലെങ്കിലും ബാക്കിയുള്ളവരെ സമാധാനം കളയല്ലോ. ദേവു, മോള് അകത്തേക്ക് പോ. വെറുതെ എന്തിനാ ഇവിടെ നീ വർത്താനം കേൾക്കുന്നത്? ചെല്ല്. അവിടെ നിക്കടി, നീ എങ്ങും പോണ്ട. ഞാൻ പറയുന്ന കേട്ടാ മതി. എന്നാ മോൾ ഇവിടെ തന്നെ നിന്നോ, പോണ്ട. അങ്ങനെ ഇപ്പൊ നീ ഇവിടെ നിൽക്കണ്ട, അപ്പുറത്തേക്ക് പോടി. ഞാൻ എന്റെ പന്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടാൻ തർക്കുത്തരം പറയുന്നടി. ഇനി പറയോ, ഇനി പറയോ? അഞ്ജു, നിനക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യം എന്നോട് തീർക്കണം, അല്ലാതെ കൊച്ചിനോടല്ല. നിങ്ങളോടുള്ള ദേഷ്യം എനിക്ക് എന്റെ മോളോട് തീർക്കേണ്ട ആവശ്യം എന്ത്? ഇനി മേലെ എന്റെയും മോളുടെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടാൻ വരരുത്. ഇങ്ങോട്ട് പോടിയേ. എന്നോടല്ലേ അവളെ വിടാൻ പറഞ്ഞത്? മാറി നിൽക്ക്. ഞാൻ എന്താ ചെയ്യണ്ടേ? എനിക്ക് പേടിയാവുന്നു. അച്ഛാ, വാണിയമ്മയ്ക്ക് വയ്യ, വയറ് പോയിടിച്ചു. എന്താ ചെയ്യച്ചാ? എട്ടത്തി പേടിക്കണ്ട, ഹോസ്പിറ്റലിൽ പോ. ഒരു മിനിറ്റ്, ഞാൻ കാറിന് കേടുത്തിട്ടാ. ദൈവം ഏട്ടത്തിന് കൂടെ വെക്കും. എടി, ഏട്ടത്തിക്ക് വയ്യ. അതിന് നിങ്ങൾ എന്തിനാ ഇത്ര വെപ്രാളം കാണിക്കുന്നത്? നീ പോടി അവിടെ നിന്ന്. എടി, എന്റെ കാറിന് കീ എവിടെ? കാറിന്റെ കീ എവിടെ? നീ കണ്ടോന്ന്? ഞാൻ കണ്ടില്ല. മാറി. അഞ്ജു, അഞ്ജു, വാല് തുറക്കാൻ. നിങ്ങൾ അവിടെ കിടക്ക്. എടി, വാല് തുറക്കാൻ. ഇനി നിങ്ങളെ രക്ഷിക്കാൻ ആരും വരില്ല. അഞ്ജു, വാല് തുറക്കാൻ നിന്നോട്. അഞ്ജു, ഇവിടെ വാടി. അഞ്ജു പറഞ്ഞു വയറ് കൊണ്ട് ഇടിപ്പിച്ചെന്നോ ഭീകര വേദനയാണെന്നോ എല്ലാരെയും വെല്ലുവിളിച്ചിട്ട് സത്യം പറഞ്ഞ ഇത് കാണുമ്പോൾ എനിക്ക് നല്ല സങ്കടം ഉണ്ടാവണം. പക്ഷേ എനിക്ക് ജയിക്കണം. ഈ വാലാരെങ്കിലും തുറക്കോ? അഞ്ജു, ഇവനെ ഇത് പൂട്ടിയിട്ടിരിക്കുകയല്ലേ? നല്ലതാ. ശരിക്കും അഞ്ജുവായിരുന്നു എനിക്ക് അനിയത്തിയായിട്ട് ലഭിക്കുന്നത്. പക്ഷെ ഇവൻ വെറും നന്മമരം, നിന്നെപ്പോലെ. എനിക്ക് കണ്ടിരിക്കാൻ വയ്യ നിന്റെ അവസ്ഥ. അതുകൊണ്ട് ഞാൻ കണ്ണടച്ചിരിക്കാൻ പോവാ. ഞാനിപ്പോൾ ഈ അവസ്ഥയിൽ ക്രൂരനായാലും കുഴപ്പമില്ല. എനിക്ക് നിന്റെ അവസ്ഥ ഒന്ന് കാണണം. ആരാ നിന്നെ സഹായിക്കാൻ വരുന്നതെന്ന് എനിക്കൊന്ന് അറിയണം. കൂടെ നിന്റെ പരാജയവും.
വെള്ളം വേണോ ആവണി? എനിക്ക് നിന്നിങ്ങനെ കണ്ടുകൊണ്ടിരുന്നിട്ടെ എന്തോ പോലെ. ഞാൻ കുറച്ച് വെള്ളം കുടിക്കട്ടെ.